നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബജറ്റ് അവതരിപ്പിക്കുന്ന കാര്യം KM മാണി തന്നെ തീരുമാനിക്കുമെന്ന് PC ജോർജ്. പ്രതിപക്ഷത്തിൻ്റെ ചോരപ്പുഴ നീന്തിക്കടക്കാൻ തനിക്കാവില്ലെന്ന് ജോർജ് പറഞ്ഞു. എന്നാൽ ജോർജിന് മറുപടിയില്ലെന്നായിരുന്നു മാണിയുടെ പ്രതികരണം. UDF സർക്കാർ അധികാരത്തിലിരുന്നാൽ താൻ തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്നും മാണി പറഞ്ഞു. അതേസമയം മാണിക്കെതിരെയുള്ള DYFIയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്നും തുടർന്നു. ബാർക്കോഴ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ താൽക്കാലിക വെടിനിർത്തലിന് വിരാമമിട്ടാണ് മാണിക്കെതിരെ PC ജോർജ് വീണ്ടും രംഗത്തെത്തിയത്. ബജറ്റ് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മാണിയാണ്. മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് മാണി സാർ തീരുമാനിക്കും. പിന്നെ പ്രതിപക്ഷം പറഞ്ഞ് അവതരിപ്പിക്കുകയല്ലെന്ന് രക്തപ്പുഴ ഒഴുക്കുന്ന ഇനി ആ പുഴ നീന്തി ഈ രക്തപ്പുഴ നീന്തി കയറാൻ മാത്രം ആരോഗ്യം എനിക്കാണില്ല. എന്നാൽ ജോർജിന് മറുപടിയില്ലെന്നായിരുന്നു മാണിയുടെ പ്രതികരണം. UDF അധികാരത്തിലുണ്ടെങ്കിൽ താൻ തന്നെ ബജറ്റ് അവതരിപ്പിക്കും. KM മാണി ധനകാര്യമന്ത്രിയാണെങ്കിൽ ഞാൻ തന്നെ അവതരിപ്പിക്കും. അതിന് മാറ്റമൊന്നുമില്ല. വല്ലവരുടെയും വല്ല ഉമ്മാക്കിയോ കണ്ട് പേടിക്കുന്ന ഗവൺമെന്റാണോ ഇത്? അതിനിടെ മാണിക്കെതിരായ പ്രതിഷേധം ഇടതു യുവജന സംഘടനകൾ തുടർന്നു. കൊച്ചിയിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു DYFI പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധം. റിപ്പോർട്ടർ, കോട്ടയം, കൊച്ചി. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കേരള കോൺഗ്രസ് M നേതാവ് ശ്രീ ആന്റണി രാജു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ആന്റണി രാജു, ബജറ്റ് അവതരിപ്പിക്കുന്ന കാര്യം മാണി തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? ബജറ്റ് അവതരണം മാണിയുടെ വ്യക്തിപരമായ തീരുമാനത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണോ? പ്രകാശേ, ഈ PC ജോർജിൻ്റെ ഇന്നത്തെ പ്രസ്താവനയെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ നടത്തിയ വെല്ലുവിളിയെയും കലാപഭൂമിയാക്കുമെന്നുള്ള രക്തപ്പുഴ നിയമസഭയിൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ രക്തപ്പുഴ ഒഴുക്കും എന്നുള്ള ആഹ്വാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ശ്രീ PC ജോർജിൻ്റെ പ്രസ്താവനയെ നോക്കിക്കാണേണ്ടത്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ചീഫ് വിപ്പ് എന്നുള്ള നിലയ്ക്ക് നിയമസഭാ സമ്മേളനം സുഗമമായി നടത്തിക്കൊണ്ടു പോകേണ്ടതിന് പ്രഥമമായ ഉത്തരവാദിത്വം ഉള്ള ഒരാളാണ് ഗവൺമെൻറ് ചീഫ് വിപ്പ്. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ധനമന്ത്രിയായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന സഖാവ് VS അച്യുതാനന്ദൻ, വന്ധ്യവയോധികനായ 100-ാം വയസ്സിലേക്ക് നടന്നു നീങ്ങുന്ന സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിൽ സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിൽ നിയമസഭയെ കലാപഭൂമിയാക്കും, രക്തപ്പുഴയൊഴുക്കും, അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്നൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശങ്ക, ആകുലത ഗവൺമെൻറ് ചീഫിനുണ്ടാകാം. ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഇത്തരത്തിൽ കലാപ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഒരു സമ്മേളനത്തിൽ അത്തരത്തിലുള്ളൊരു സമീപനമായിരിക്കില്ല ശ്രീ ആന്റണി രാജു, താങ്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ VS അച്യുതാനന്ദൻ്റെ ചോരപ്പുഴ ഒഴുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചോ അല്ലെങ്കിൽ പ്രതിപക്ഷ സമരത്തിൻ്റെ അത് ആവശ്യമില്ല എന്നതിനെക്കുറിച്ചോ അല്ല PC ജോർജ് പറയുന്നത്. KM മാണി ബജറ്റ് അവതരിപ്പിക്കുമോ എന്ന് മാണി തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന ജോർജ്, അങ്ങനെ ചോരപ്പുഴ നീന്തിക്കടക്കാനുള്ള ആരോഗ്യമോ കരുത്തോ ഒന്നും തനിക്കില്ല, അതിന് താനുണ്ടാകില്ല, മാണി വേണമെങ്കിൽ നീന്തിക്കോട്ടെ എന്നാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾ പറയുന്ന രീതിയിലാണ് VSനെ വിമർശിക്കണം. ജനാധിപത്യ വിരുദ്ധമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ, അതിലെ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെ എതിർക്കുന്ന നടപടി ശരിയല്ല, ചോരപ്പുഴ ഒഴുക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് വിമർശിക്കണം. അതല്ല അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, കോട്ടയത്ത് PC ജോർജ് ഇത് പറഞ്ഞതിന് പിന്നാലെ എറണാകുളത്ത് KM മാണി പ്രതികരിച്ചു. ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് പ്രസ്താവനയൊന്നും ഇക്കാര്യത്തിലില്ല. ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ട, അതുപോലെ തന്നെ ഈ സർക്കാർ ഉണ്ടെങ്കിൽ, താൻ ധനമന്ത്രിയാണെങ്കിൽ താൻ തന്നെ അവതരിപ്പിക്കും, ജോർജിന് മറുപടി പിന്നീട് പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം വൈകുന്നേരമായപ്പോഴേക്കും ജോർജിന് മറുപടി പറയാൻ താൻ ആളല്ല എന്ന് പറഞ്ഞ് കീഴടങ്ങി. ഇത് മാണിയും ജോർജും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലല്ലേ? ഇടതുപക്ഷത്തിന് എന്ത് റോൾ? പ്രകാശ്, അത് മാണി സാറും PC ജോർജുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലായി വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാൻ ഈ പ്രഖ്യാപനത്തിന് ശേഷം ശ്രീ PC ജോർജുമായി സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അഭിപ്രായം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലല്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുളെന്ന് പറയുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ നിയമവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ കലാപാഹ്വാനത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിനുള്ള ആശങ്കയും
അദ്ദേഹത്തിന്റെ പരിഭവവും അദ്ദേഹത്തിന്റെ ദുഃഖവും വേദനയുമാണ് ആ വ്യക്തമാണ് താങ്കൾ പറയുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ ശ്രീ ആന്റണി രാജു പറയുന്നത് ചീഫ് വിപ്പ് എന്ന നിലയിൽ നിയമസഭാ സമ്മേളനം അത് സുഗമമായി നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ടാണ് ജോർജ് ഇത് പറയുന്നത്, ജോർജ് അത് നീന്താനില്ല എന്ന് പറയുന്നത് എന്നാണ്. അങ്ങനെയാണോ കാര്യങ്ങൾ? മറിച്ച് മാണി ബജറ്റ് അവതരിപ്പിക്കുമോ എന്ന കാര്യം മാണി തീരുമാനിക്കട്ടെ എന്ന് അടക്കം പറയുമ്പോൾ, VS അച്യുതാനന്ദനെ വിമർശിക്കാതിരിക്കുമ്പോൾ, താനില്ല ഇതിനെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇത്തരമൊരു സമ്മേളനത്തിന് എന്ന് പറയുമ്പോൾ, ചീഫ് വിപ്പ് എന്ന നിലയിൽ അദ്ദേഹം നൽകുന്ന സന്ദേശം സുഗമമായ സമ്മേളനത്തിന് മാണിയെ മാറ്റണമെന്നും അതിന് അനുസൃതമായ ഒരു രീതി സൃഷ്ടിക്കപ്പെടണമെന്നുമാണ്. അതിന് കോൺഗ്രസ് തയ്യാറുണ്ടോ ആ വിപ്പ് അംഗീകരിക്കാൻ? അല്ല, PC ജോർജ് പറഞ്ഞതിനെ കുറിച്ച് കേരള കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള ശ്രീ ആന്റണി രാജു നൽകിയ വിശദീകരണം ഒരു പക്ഷേ അവരുടെ പാർട്ടിക്ക് അങ്ങനെയായിരിക്കും തോന്നിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു വിരോധവും ഇല്ല. കേരള കോൺഗ്രസ് പാർട്ടിക്കും KM മാണി സാറിനും PC ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണെന്നാണ് തോന്നിയിരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്, ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ഓട് പൊളിച്ച് അധികാരത്തിൽ വന്നിട്ടുള്ളതൊന്നുമല്ല, ഒരു ആരുടെയും മോന്താടത്തിൽ നിന്ന് പൊളിച്ചതുമല്ല. ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ളതാണ്. ജനാധിപത്യമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞയിൽ അധികാരത്തിൽ ഏൽപ്പിക്കുന്ന ഒരു മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അവിടെ ചോരപ്പുഴ ഒഴുക്കുക എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഒരു വലിയ സായുധ കലാപത്തിനാണ്. നിയമസഭയ്ക്കകത്ത് ചോരപ്പുഴ ഒരുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭരണകക്ഷി MLA മാരെ കൊന്നുകളയും, ഞങ്ങൾ കൊല്ലും എന്നാണ് ഭീഷണിപ്പെടുത്തുകയാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതിനകത്ത് അത് കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച അച്യുതാനന്ദൻ മാത്രമല്ല, നിയമസഭയ്ക്കകത്ത് ചോരപ്പുഴ ഒഴുക്കും എന്ന് പറയുന്നത് എന്തടിസ്ഥാനം? അവിടെ പോലീസ് ഇല്ല, അവിടെ വേറെ ആരെയും സംഘടന ആരെയും കൊല്ലാനോ തിന്നാനോ ഈ അകത്തുള്ള പ്രതിപക്ഷ. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ PC ജോർജ് പറയുന്നത് ബാർ കോഴക്കേസിൽ അദ്ദേഹം അതിന് മുമ്പ് പറഞ്ഞിരുന്നു, മാണി രാജിവെക്കുന്ന ഒരു കാര്യം ഓപ്പൺ ചെയ്തത് PC ജോർജാണ്. മാണി രാജിവെച്ചാൽ പകരം ആര് മന്ത്രി? മാണിയുടെ മകനെ മന്ത്രിയാക്കാൻ സമ്മതിക്കില്ല, മൂത്തുപഴുത്തവർ വേറെയുണ്ട് എന്ന നിലയിൽ മാണിയുടെ രാജി ഓൺ ചെയ്തത് PC ജോർജാണ്. അതുപോലെ തന്നെ മാണി കോഴ വാങ്ങി എന്ന കാര്യം മാണി എന്ന് ബിജു രമേശ് പറഞ്ഞപ്പോൾ തന്നെ ആ കോഴ വാങ്ങിയ കാര്യം അദ്ദേഹത്തിന് അറിയാമെന്ന് ചാനൽ ചർച്ചയിൽ സമ്മതിച്ചത് ജോർജാണ്. ആ ജോർജാണ് പറയുന്നത് ഈ ചോരപ്പുഴ നീന്തിക്കിടക്കാനാകില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷം നടത്തുന്ന സമരത്തിന് ഒരർത്ഥമുണ്ട്, ഒരു ന്യായമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അതിന് കിട്ടില്ല. ചീഫ് വിപ്പ് എന്ന നിലയിൽ അദ്ദേഹം പോലും ആ ഒരു നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് പറ്റില്ല, എന്തു ചോരപ്പുഴയാണെങ്കിലും മാണി ബജറ്റ് അവതരിപ്പിക്കട്ടെ എന്ന നിലപാടെടുക്കുമ്പോൾ അതെന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേ? അല്ല, ഞങ്ങൾക്ക് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് നിങ്ങളെ ഭരണകക്ഷി MLA മാരെ മുഴുവൻ കൊന്ന് ഞങ്ങൾ ഇവിടെ ഒഴുക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് നിർത്തിപ്പോകാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ഇവിടെ ഈ ഗവൺമെന്റിന് ഇവിടെ രാജിവെച്ച് പുറത്തു പോകാൻ പറ്റുമോ? അതെന്തൊരു ജനാധിപത്യമാണ്? അതെന്തൊരു മര്യാദയായി പറയുന്നത് നിങ്ങൾ? ഇവിടെ PC ജോർജിന് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് UDF-ന് ഉത്തരവാദിത്വമൊന്നുമില്ല. അത് ശ്രീ ജോസഫ് വാഴക്കൻ, അത് കോൺഗ്രസ് പാർട്ടിക്കും തോന്നിയിരുന്നു. കോൺഗ്രസ് വക്താവ് അജയ് തറയിൽ അദ്ദേഹമാണ് ആദ്യമായി പറഞ്ഞത് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കട്ടെ, മാണി മാറി നിൽക്കട്ടെ എന്ന്. അതിനുശേഷം അദ്ദേഹത്തെ നിശബ്ദനാക്കി. PC ജോർജ് മാണിയുടെ രാജിയുടെ കാര്യം ചർച്ചയ്ക്കെടുത്തപ്പോൾ കഴിഞ്ഞ UDF യോഗത്തിന് മുമ്പ് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും എല്ലാം ചേർന്ന് ജോർജ് വളരെ വേണ്ടപ്പെട്ടവനാണ്, ജോർജ് UDF-ന് നേതൃത്വം നൽകേണ്ടവനാണ്, കുഴപ്പിക്കല്ലേ എന്ന നിലയിൽ അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് അദ്ദേഹം ഹൈപ്പോർ കമ്മിറ്റി മീറ്റിങ്ങിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. വീണ്ടും ജോർജ് നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്, ഈ പ്രതിഷേധ സമരത്തെ ഇങ്ങനെ മറികടക്കേണ്ടതില്ല, അതാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ ഉത്തരവാദിത്വപൂർവ്വം അതിനെക്കുറിച്ച് നിഷേധിച്ചിട്ടുമുണ്ട്, അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തികളുടെ അഭിപ്രായം മാത്രമാണ്. അദ്ദേഹം വക്താവ് എന്നുള്ള നിലയിൽ ഇപ്പോൾ അദ്ദേഹം അവധിയിലുമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമല്ല, അഭിപ്രായമല്ല. അല്ല എന്ന് ആ പറഞ്ഞ വ്യക്തി തന്നെ വീണ്ടും പറഞ്ഞിട്ടുമുണ്ട്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല, ഞാൻ എന്റേതായ ഒരു ഉൾവിളി കൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
അതൊന്നും പാർട്ടി കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ട. അങ്ങനെ ഒന്നും തെറ്റിദ്ധാരണയും വേണ്ട. കോൺഗ്രസിനും യു ഡി എഫിനും ഒരേ നയമേ ഉള്ളൂ. കോൺഗ്രസ് ആണ് യു ഡി എഫ് നയിക്കുന്നത്. KM മാണി സാർ യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹം കേരളത്തിലെ ധനകാര്യമന്ത്രിയാണ്. ആ സ്ഥാനത്ത് മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. കോൺഗ്രസ് വക്താവ് എന്ന നിലയിൽ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ചോരപ്പുഴ ഒഴുക്കാൻ പദ്ധതിയുണ്ടോ നിങ്ങൾക്ക്? അതാണോ ജോർജിനെ ഭയപ്പെടുത്തുന്നത്? അത് നീന്തിക്കടക്കാനുള്ള ജോർജിൻ്റെ പേടി, ആളുകൾ കൊല ചെയ്യപ്പെടും, ചോര ഒഴുകും, അത് മറികടന്നുകൊണ്ട് KM മാണി ബജറ്റ് അവതരിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആ പ്രശ്നം, നിങ്ങളങ്ങനെ അവിടെ ഒരു സംഘർഷം സൃഷ്ടിച്ച് മാണിയെ ബജറ്റ് അവതരിപ്പിക്കില്ല എന്ന തീരുമാനത്തിലാണോ? അപ്പോൾ ജോസഫ് വാഴക്കൻ പറഞ്ഞു, ആദ്യം VS പറഞ്ഞു, പിന്നീട് കോടിയേരി പറഞ്ഞു. കാളപെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുകയാണ് ചില ആളുകൾ. ചോരപ്പുഴ ഒഴുകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. മാണി ബഡ്ജറ്റ് അവതരിക്കുമ്പോൾ നിയമസഭയിൽ എന്ത് വേണം, നന്നായി പ്രതിഷേധം സംഘടിപ്പിക്കും. ചോരപ്പുഴ ഒഴുകുക എന്ന വാക്കേ പറഞ്ഞിട്ടില്ല. അതിനെ പിടിച്ചിട്ടാണ് ഈ കസരത്തെല്ലാം നടന്നത്. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, മാണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവകാശമില്ല. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്തു ജനാധിപത്യ വിരുദ്ധ നടപടിയും രാജ്യത്തിൻ്റെ ഖജനാവ് കൊള്ളയടിക്കുകയൊക്കെ ചെയ്താൽ ജനാധിപത്യം അതാണോ ജനാധിപത്യം? അതിനെ ജനങ്ങൾ പഞ്ചപുച്ഛം അടക്കി ഇങ്ങനെ നോക്കിയിരിക്കണമെന്നാണോ? ജനങ്ങളുടെ അതിശക്തിയായ പ്രതിഷേധം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നാൽ നിയമസഭയ്ക്ക് മുമ്പിൽ ഉണ്ടാകുമെന്നാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. ആ പറഞ്ഞത് തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞില്ല. LDF തീരുമാനിക്കും. നിയമസഭയിൽ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നാൽ എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് LDF തീരുമാനിക്കും. അതിശക്തിയായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. ഇവിടെ UDFിൻ്റെ മാന്യതയെക്കുറിച്ചും കോൺഗ്രസിൻ്റെ മാന്യതയെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നതായിട്ട് UDFിൻ്റെ സ്ഥാപക നേതാവെന്ന് പറയുന്ന ശ്രീ ബാലകൃഷ്ണപിള്ള ഈ ഗവൺമെന്റിനെ കുറിച്ച് എന്താ പറയുക? ഈ മന്ത്രിസഭയിൽ തന്നെ അംഗമായിരുന്ന ശ്രീ ഗണേഷ് കുമാർ എന്താ പറയുക? ബാർ കേസിലെ കുംഭകോണം അഴിമതി മാത്രമല്ലല്ലോ, അതിപ്പോ ചീറ്റിപ്പോയല്ലോ. അതിലേക്ക് വരാം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. മൊത്തം അഴിമതികളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇതിനു മുമ്പ് നിങ്ങളുടെ ഒരു ബലത്തിലാണോ KM മാണി ഞാൻ തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ജോർജിനെ ഇന്ന് വെല്ലുവിളിച്ചത്? കാരണം നേരത്തെ സോളാർ വിവാദ സമയത്ത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു വളയൽ നടത്തി. ആ വളയലിനെയാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചത്. ഇത്തവണ നിയമസഭാ സമ്മേളനത്തിൽ മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ, പ്രതിപക്ഷം വളയുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പുച്ഛരസത്തിൽ പറഞ്ഞത്, ഇതിനു മുമ്പ് ഒരു വളയലുണ്ടായല്ലോ, സെക്രട്ടേറിയറ്റ് വളയൽ, അതെന്തായി? നമുക്ക് കാണാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വളയില്ല, നിങ്ങൾ ഒരു പ്രതിഷേധ സമരമേ നടത്തൂ, നിങ്ങളൊരു പ്ലക്കാർഡ് നിയമസഭയിൽ പിടിക്കൂ. നിങ്ങളുടെ ഫെബ്രുവരി 3 സമരം 1000 പേരാണ് അവിടെ പങ്കെടുത്തത് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി തന്നെ കടകംപള്ളി തന്നെ പ്രസംഗിച്ചത്. 5 മിനിറ്റ് അച്യുതാനന്ദൻ പ്രസംഗിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ എന്ന തൻ്റെ ഇടത്തിലാണോ മാണി ഈ നിലപാടെടുക്കുന്നത്? അല്ല, മാണിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും എല്ലാം നല്ല തൻ്റെ ഇടം കാണിച്ചിരുന്നോട്ടെ. ഓരോ ദിവസവും അവരുടെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ചോർന്നുകൊണ്ട് പോവുകയാണ്. ഈ രാജ്യത്ത് ചിന്തിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഇത്രയും അപമാനിതമായ, ഇത്രയും കൊള്ള നടത്തിയ ഒരു ഗവൺമെൻറ് കേരളത്തിലെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോഴും കാണിക്കുന്ന ദൃശ്യമുണ്ടല്ലോ. ഓരോ ദിവസവും ഓരോ പ്രദേശത്തും ജനങ്ങളുടെ ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരികയല്ലേ. സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് ശ്രീ ഉമ്മൻചാണ്ടിയും മനസ്സിലാക്കാൻ പോണതേ ഉള്ളൂ. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ ആഫീസും അദ്ദേഹത്തെ അടക്കം സമൻ ചെയ്ത് മൊഴി രേഖപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലേ? അതിൻ്റെയൊക്കെ റിസൾട്ട് വരാൻ പോവുകയാണ്. എന്താ ഇന്ന് ഓരോ ദിവസവും പത്രങ്ങൾ വരുന്ന വാർത്ത? ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വ്യക്തമാണ്. ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു, ചോര ഒഴുക്കുന്ന ഒരു പരിപാടിയും അവർക്കില്ല. അവർ പ്രതിഷേധം സംഘടിപ്പിക്കും. സഭയ്ക്കകത്തും പുറത്തും മാണി എന്ന കോഴക്കേസിലെ പ്രതി അല്ലെങ്കിൽ കോഴയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ആൾ ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ. പക്ഷേ അവർ ചോരപ്പുഴ ഒഴുക്കാനില്ല. അങ്ങനെ VSും പറഞ്ഞിട്ടില്ല, അങ്ങനെ കോടിയേരിയും പറഞ്ഞിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആനത്തലവട്ടത്തിൻ്റെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ ഇടതുപക്ഷം പറയാത്ത ഒരു ചോരപ്പുഴയുടെ കഥയുമായി PC ജോർജ് മാണിയെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ രാഷ്ട്രീയം അതെന്താണ്? ഇതാണ് ഇതിലെ കൗതുകരമായ കാര്യം. UDF നേതൃത്വവും ഗവൺമെന്റും KM മാണി പ്രത്യേകിച്ച് നേരിടുന്ന ആക്രമണം പ്രതിപക്ഷത്ത് നിന്നല്ല പ്രകാശ്. അതാണ് ഇതിനകത്തെ രാഷ്ട്രീയം നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ PC ജോർജിന്റെ പ്രസ്താവന ചോരപ്പുഴ
നീട്ടിക്കിടക്കാൻ നമ്മളെ കൊണ്ടാവുമോ, എന്നെ കൊണ്ടാവുമോ ആണ് അദ്ദേഹത്തിന്റെ ആശങ്ക. അതേപോലെ ഇപ്പോൾ ആന്റണി രാജു നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ജോസഫ് വാഴക്കൻ പറയുന്ന കാര്യങ്ങൾ. ജോസഫ് വാഴക്കൻ ആക്രമണത്തിന്റെ മുന്ന CPM-ന്റെയും പ്രതിപക്ഷത്തിന്റെയും നേർക്ക് തിരിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആന്റണി രാജു അതിന് മെനക്കെടുന്നില്ല. PC ജോർജ് ഒട്ടുമേ മെനക്കെടുന്നില്ല. അദ്ദേഹത്തിന് ആകെ കൂടി ആശങ്കയാണ് ഈ ചോരപ്പുഴയൊക്കെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് ആശങ്കയാണ്. അപ്പോൾ കാണാവുന്നത് ഈ PC ജോർജ് തുടങ്ങിയ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ KM മാണിയുടെ ശത്രു എന്നുള്ള കാര്യമാണ് ഇതിലൊക്കെ തെളിഞ്ഞു വരുന്നത്. ജോർജിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായ അജണ്ടയുണ്ട്, രാഷ്ട്രീയ അജണ്ടയുണ്ട്, അദ്ദേഹത്തിൻ്റെതായ മോഹങ്ങളും ഒക്കെയുണ്ട്, സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ കേരള കോൺഗ്രസിനകത്ത് തന്നെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ KM മാണിക്ക് ശേഷം ഞാൻ ചെയർമാൻ എന്നുള്ളതായിരിക്കണം അദ്ദേഹത്തിന്റെ ഒരു കാലത്തെ സ്വപ്നമായിരുന്നത്. അത് നടക്കുന്നില്ല. ഇപ്പം KM മാണിക്ക് ശേഷം മകൻ വരുമോ എന്നുള്ളൊരു പേടി അദ്ദേഹത്തിനുണ്ട്. അതേപോലെ മന്ത്രിയാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, അത് നടക്കുന്നില്ല, ഇഷ്ടമില്ല. അപ്പോൾ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നതാണ് ഇതൊക്കെ കാണിക്കുന്ന സൂചന. പരസ്യമായിട്ടും രഹസ്യമായിട്ടും അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൂടെ. ശ്രീ ജേക്കബ് ജോർജ്, ഈ അതൃപ്തി പ്രകടനം അത് എവിടെ വരെ എത്തും? കാരണം ഇതിൽ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, സാധാരണ നിലയിൽ PC ജോർജിനെ കൊല വിളിക്കുന്നവരാണ് കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗം. അതായത് ആന്റണി രാജു ആകട്ടെ, ഫ്രാൻസിസ് ജോർജ് ആകട്ടെ, ജോസഫ് വിഭാഗത്തിൻ്റെ വക്താക്കളായ കേരള കോൺഗ്രസ് എമ്മിലെ ഇന്നത്തെ നേതാക്കൾ അവർ കൊല വിളിക്കും. പക്ഷേ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ആ രീതിയിൽ PC ജോർജിനെതിരെ ഒരു വിമർശനം വയ്ക്കുന്നില്ല. മറിച്ച് ഇടതുപക്ഷം ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു, അതിൻ്റെ പേരിൽ ജോർജ് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, ചില ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു, ചീഫ് വിപ്പ് എന്ന നിലയിൽ ചില സംശയങ്ങൾ ഉയർത്തിയിരിക്കുന്നു. അങ്ങനെയേ പറയുന്നുള്ളൂ. മാണി കൂടുതൽ പ്രതിസന്ധിയിലാണോ? ഇന്നിപ്പോൾ മാണിയുടെ മകൻ ജോസ് കെ മാണി പറഞ്ഞ എല്ലാം മാണി പറയും, ജോർജിനുള്ള മറുപടിയും മാണി പറയും. മാണി വൈകുന്നേരമായപ്പോഴേക്കും പേടിച്ചു. ജോർജിനെ നിയന്ത്രിക്കാൻ, ജോർജിൻ്റെ വാക്കുകൾ നിയന്ത്രിക്കാൻ താൻ ആളല്ല എന്ന് കൈമലർത്തി. അപ്പോൾ ജോസഫ് വിഭാഗം, PC ജോർജ്, കോൺഗ്രസും ഇടതുപക്ഷവും എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും മാണിയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയം ജോർജ് ഉയർത്തിക്കൊണ്ടുവരികയാണോ? അല്ല, തീർച്ചയായിട്ടും KM മാണിക്ക് രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. UDF-നകത്ത് തന്നെ PC ജോർജും രണ്ട് അഗ്നിപർവ്വതങ്ങളായി തന്നെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. KM മാണിക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ കാവശ്യം ഒരുക്കുന്നത് UDF നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വമാണ്. കാലം ജോസഫ് വിൽപ്പ് നമുക്കറിയാമല്ലോ, ആന്റണി രാജുവും PJ ജോസഫും ജോർജും ഒക്കെയും KM മാണിക്ക് വേണ്ടി വ്യക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട് കേരള കോൺഗ്രസിനകത്ത്, UDF-നകത്ത്. പക്ഷെ എത്ര കാലം എന്നുള്ളത് വലിയ ചോദ്യമുണ്ട്. PC ജോർജൊക്കെ ആ ഒരു കാലത്തിന്റെ കണക്കെടുത്താണ് കരുക്കൾ നീക്കുന്നത് എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ. അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും PC ജോർജിന് അദ്ദേഹത്തിൻ്റെതായ കണക്കുകൂട്ടലുകൾ കാണും. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള വഴിയും പാതയും ഒക്കെ ഒരുക്കുകയാണ് ജോർജ്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ കാണുന്ന പ്രതിസന്ധി, കോൺഗ്രസിനകത്ത് തന്നെ 2 ഗ്രൂപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ആ ഗ്രൂപ്പുകൾ ഏത് നിമിഷവും ഇപ്പോഴൊക്കെ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ പോലും ഏത് നിമിഷവും ആ ഗ്രൂപ്പുകളിൽ അകൽച്ച ഉണ്ടാവാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു 1.5 വർഷത്തിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയം കുറച്ചും കൂടെ ചൂട് പിടിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ KM മാണിയെ സംരക്ഷിക്കാൻ ഇന്ന് നിൽക്കുന്നവർ കൂടെ ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ട്. ശ്രീ ആന്റണി രാജു, UDF-ൽ ഒരു ചർച്ച നടന്നു, അനാവശ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം എന്ന നിലയിൽ. നിങ്ങളുടെ ഹൈപ്പവർ കമ്മിറ്റി മീറ്റിംഗ് നടന്നു, അതിനുശേഷം ജോർജും കാര്യങ്ങൾ വിശദീകരിച്ചു. ജോർജ് ഉൾപ്പെടെ മാണിയും ജോസഫും എല്ലാം രാജിവെക്കണമെന്ന അഭിപ്രായവും ആ യോഗത്തിൽ ഉയർന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ശാന്തമാകുന്നില്ല കാര്യങ്ങൾ. ഭിന്നത മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. KM മാണി മാത്രം കേരള കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മാണിയുടെ മകൻ മാത്രം തീരുമാനിച്ചാൽ പോരാ എന്ന അഭിപ്രായം ഉയരുന്നു. എങ്ങനെ ഇത് പരിഹരിക്കാൻ? നിങ്ങൾക്കും കേരള കോൺഗ്രസുമായി മുന്നോട്ട് പോകണമല്ലോ, എങ്ങനെ കഴിയും? കേരള കോൺഗ്രസ് പാർട്ടിയിൽ ശ്രീ പ്രകാശ് പറഞ്ഞതുപോലുള്ള യാതൊരു പ്രതിസന്ധിയുമില്ല. ഞങ്ങൾ ഈ വിഷയത്തെ കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേരിടുകയാണ്. തീർച്ചയായിട്ടും കാലം തെളിയിക്കും കേരള കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട്. കേരള കോൺഗ്രസ് പാർട്ടിക്കെതിരെയും അതിൻ്റെ നേതാവ് ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരെയും ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തിൻ്റെ പൊള്ളത്തരം
ഓരോ ദിവസം കഴിയുന്തോറും കേരള ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പാർട്ടിയിൽ വ്യക്തിപരമായ ചില ആളുകളുടെ അഭിപ്രായങ്ങൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ തന്നെ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരുമ്പോൾ അത്ര സങ്കീർണമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ PC ജോർജ് തന്നെ അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവനകളെക്കുറിച്ച് അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിൽ നടത്തിയ വിശദീകരണം മറ്റൊരു രീതിയിലായിരുന്നു. കാരണം ഒരു ലേഖകൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത്. KM മാണി രാജിവെക്കേണ്ട കാര്യമില്ല എന്ന അസന്നിഗ്ധമായിട്ടുള്ള പ്രഖ്യാപനം കൂടി അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ നടത്തുകയും പാർട്ടി കമ്മിറ്റിയിൽ നടത്തുകയും ചെയ്തു. അതുപോലെ മന്ത്രിമാരെല്ലാം രാജിവെക്കണമെന്നുള്ള അഭിപ്രായം കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉയർന്നു എന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരു ആരോപണമോ അങ്ങനെ ഒരു തീരുമാനമോ അങ്ങനെ ഒരു നിർദ്ദേശമോ പാർട്ടിയിൽ ഉയർന്നു വന്നിട്ടില്ല. ഏതായാലും കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ നേതൃത്വത്തിന് അഭിമുഖീകരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സങ്കീർണമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, കേരള കോൺഗ്രസ് പാർട്ടികൾ എന്നും UDF ഒരു തലവേദനയായിരുന്നു. കരുണാകരനുള്ള കാലത്ത് അത് വലിയ രീതിയിൽ നല്ല രീതിയിൽ കോൺഗ്രസിന് ഗുണകരമായ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു. കാരണം ജോസഫിനെ പിളർത്തുക, അതുപോലെ തന്നെ TM ജേക്കബിനെ പാർട്ടി ഉണ്ടാക്കുക, അങ്ങനെ പല രീതിയിൽ കരുണാകരൻ അവരെ ദുർബലപ്പെടുത്തി ആ ശക്തിയെ UDFന് ഗുണകരമായ രീതിയിൽ ഉപയോഗിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ആദ്യം കേരള കോൺഗ്രസ് ഒന്നായി, അത് UDFനൊപ്പമായി. പക്ഷേ കാര്യങ്ങൾ പഴയ രീതിയിലല്ല. അന്നൊന്നും നേരിടാത്ത നിലയിൽ ആക്ഷേപം നേരിടുന്നു. മാണിക്ക് നേരെ കുന്തമുന തിരിയുന്നു. അവരുടെ പാർട്ടി കമ്മിറ്റിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായമുണ്ടാകുന്നു. സർക്കാരിൻ്റെ ചീഫ് വിപ്പിനെയും അവരുടെ വൈസ് ചെയർമാനെയും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. എങ്ങനെ നിങ്ങളിത് കൈകാര്യം ചെയ്യും? അല്ല, ഞങ്ങളെ സംബന്ധിച്ചത് പ്രശ്നമാണ്. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുമായിട്ടുണ്ട് UDFന് ധാരണയുള്ളത്. അതിൻ്റെ അകത്ത് വ്യക്തികൾ പരസ്പര വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞാൽ അത് ആ പാർട്ടി തീരുമാനിക്കട്ടെ. കേരള കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ഏകാഭിപ്രായം ഉണ്ടാക്കേണ്ടത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുകയും അവിടെ നേതൃമത്സരം നടക്കുകയൊക്കെ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ ആ പാർട്ടിയുമായിട്ടാണ് സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആ പാർട്ടിയുടെ ചെയർമാൻ KM മാണിയാണ്. അദ്ദേഹം ആണ് ആ പാർട്ടിയുടെ ഔദ്യോഗികമായ അഭിപ്രായങ്ങൾ പറയുന്നത്. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, തിരിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ കോൺഗ്രസിന് ആ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമുള്ളൂ. അതിനിടയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ഉൾപാർട്ടി പ്രശ്നങ്ങളായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതല്ലാതെ ഞങ്ങളുമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ലത്. അതെല്ലാ പാർട്ടിക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വ്യക്തമാണ്. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, കേരള കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ആ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളായി കോൺഗ്രസ് മാറ്റിവെക്കുന്നു. അവരും UDF എന്ന നിലയിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് നേതാവ് ശ്രീ KM മാണിയുമായി നല്ല ബന്ധം. നിങ്ങൾ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കേരള കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭിന്നത, കേരള കോൺഗ്രസ് നേതാവ് KM മാണിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് രാഷ്ട്രീയമായി നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? ഒരു ചടങ്ങ് സമരം നടത്തുക, ഒരു പ്ലക്കാർഡ് നിയമസഭയിൽ ഉയർത്തുക, മുട്ട വിൽപ്പനക്കാർക്ക് ആവശ്യമില്ലാതെ ഉപേക്ഷിക്കുന്ന ചീമുട്ടകൾ DYFIയുടെ 4-5 പ്രവർത്തകർ പറക്കിയെടുത്ത് റോട്ടിലേക്കിട്ട് വീണ്ടും മലിനീകരണം ഉണ്ടാക്കുക, ഇങ്ങനെയാണോ? അതോ ഇത് നിങ്ങൾക്കൊരു രാഷ്ട്രീയമായി ഇതിലൊരു തീർപ്പുണ്ടാക്കണം എന്ന തീരുമാനത്തോടു കൂടി നിങ്ങൾ ഈ നിയമസഭാ സമ്മേളനത്തെ സമീപിക്കുമോ? പ്രകാശ്, ഞങ്ങളിപ്പോൾ വാരികുന്തം എടുക്കാനോ കൈമ്പാമ്പ് ഉണ്ടാക്കാനോ തീരുമാനിച്ചിട്ടില്ല. അതെങ്ങനെ തീരുമാനിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ തീരുമാനം ഇല്ല. അതുകൊണ്ട് ആ ആശങ്ക നിങ്ങൾക്ക് വേണ്ട. ചോരപ്പുഴ ഒഴുകുമെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. ചോരപ്പുഴ ഒഴുക്കുകയല്ല. എന്നാൽ ഒരു സമരം നടന്ന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ആണെന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ. അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിലില്ല. ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഇന്ന് മത്സരിക്കുകയാണ്. മാണിയാണോ ചാമ്പ്യൻ, ഉമ്മൻചാണ്ടിയാണോ ചാമ്പ്യൻ എന്നുള്ള കാര്യത്തിലാണ് ഇക്കാര്യം തർക്കമുള്ളത്. ഇവരുടെ ഈ നിലപാടിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രചരണവും ഞങ്ങൾ സംഘടിപ്പിക്കും. അതെല്ലാം തന്നെ ഇവരുടെ കാലിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് ചോർന്നു പോകുന്ന വിധത്തിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾ നേരത്തെ ചോദിക്കുകയുണ്ടായി, ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് എന്തു പറ്റി? അദ്ദേഹം കുറെ കാലം മന്ത്രിയായിരുന്നപ്പോഴൊന്നും ഇതുപോലൊരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇന്ന് അദ്ദേഹം വ്യക്തമാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇടതുപക്ഷത്തിന്റെ സമരത്തിന് പരിമിതികളുണ്ട്. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. ഈ പുതിയ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാണി ഇനിയും മുന്നോട്ട് പോകുമോ? ഇനിയും ബജറ്റ് വിൽക്കുമോ? ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, ഈ വിഷയം മാണിക്കെതിരെയുള്ള ബാർക്കോഴ കേസ് കൊണ്ടുവന്നത് പ്രതിപക്ഷമല്ല.
പത്രക്കാരുമല്ല, മാധ്യമങ്ങളല്ല കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് ബാർ മുതലാളിമാർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിയും? കാരണം അത് അവരുടെ കയ്യിൽ അവരുടെ പ്രതിപക്ഷ നേതാക്കന്മാരാരും MLA-മാരോ അതിന്റെ നേതാക്കന്മാരോ ആരും ഇത് സംബന്ധിച്ച് പഠനം നടത്തുകയോ ഇത് സംബന്ധിച്ച് പുതിയ കണ്ടെത്തലുകൾ നടത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാണിക്കെതിരെ സ്വന്തമായി ഒരു ആയുധം മൂർച്ച കൂടി എടുക്കാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അത് വ്യക്തമാണ്. ഇല്ലാത്ത ചോരപ്പുഴയിൽ എങ്ങനെ നീന്തിക്കയറും എന്ന സംശയമുയർത്തി മാണിയെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമോ എന്നാണ് PC ജോർജ് ശ്രമിക്കുന്നത്. അതിൽ ജോർജ് വിജയിക്കുമോ എന്ന് മാത്രമേ കാണാനുള്ളൂ. മാണിയോ ജോർജോ?